ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ആഴത്തിൽ അടിസ്ഥാനമിടുക. ആഴത്തിൽ അടിസ്ഥാനമിട്ടെങ്കിൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഇന്ന് പല പണികളും നല്ല അടിസ്ഥാനത്തിൽ അല്ലാത്തതിനാൽ പെട്ടെന്ന് ഇടിഞ്ഞു പോകുകയാണ്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ വഴിയിൽ അധ്വാനിക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട് അവിടുത്തെ ദൗത്യങ്ങളിലായിരിക്കുന്നു എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വളരെ ആഴത്തിൽ അടിസ്ഥാനമിട്ട് പണിയുവാൻ തയ്യാറാകണം. ഉപരിതലത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതൊന്നും നിലനിൽക്കുകയില്ല. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജൻ ഈശോ അവരുകളുമായി ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഈ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ പോകുകയാണ്. ശ്രദ്ധയോടുകൂടെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. വീണ്ടും പാസ്റ്റർ സാജൻ ഈശോ അവരുകളെ ഈ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ സാന്നിധ്യവും പാസ്റ്ററുടെ സന്ദേശവും വളരെ വളരെ അനുഗ്രഹമായിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ ഉത്തേജനം നൽകി തരുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ പ്രധാനപ്പെട്ട ആ തലക്കെട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നമേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മലേഷ്യ വരെ എത്തിയിട്ടുള്ളൂ. പാസ്റ്ററുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽ എത്തിയിട്ടില്ല. യാത്ര ആരംഭിച്ച് മലേഷ്യ വരെ എത്തി. മലേഷ്യയിൽ സ്റ്റുഡൻറ്റ് വിസ കിട്ടി. ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മടങ്ങി ഇന്നത്തെ ഈ തലക്കെട്ടിലേക്ക് വരാം. ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് വിസ കിട്ടി. എന്നിട്ട് ദൈവകൃപയാൽ വി വർ ഏബിൾ ടു ഗോ ആൻഡ് ഫിനിഷ് ദാറ്റ് മിനിസ്ട്രി ട്രിപ്പ് ആൻഡ് കം ബാക്ക്. അവിടുത്തെ പഠനം പൂർത്തിയാക്കിയിട്ട് തിരികെ ഇന്ത്യയിൽ വന്നു. തിരിച്ച് ഇന്ത്യയിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും നടന്നു. കർത്താവ് സഡൻലി ഞങ്ങളുടെ വിസ ക്യാൻസലാകൂ ഒരു സന്ദർഭം വന്നു. വി ഹാഡ് ടു ലീവ് ദ നേഷൻ വിതിൻ 24 hours. കർത്താവ് ഞങ്ങളെ തായ്ലാൻഡിൽ കൊണ്ടുപോയി. അവിടുന്ന് രാത്രിക്ക് രാത്രി ബോർഡർ ക്രോസ് ചെയ്ത് തായ്ലാൻഡിൽ കയറി. പല കൊച്ചു കൊച്ചു ഇൻസിഡൻസസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഞാനൊരു മേജർ ഇൻസിഡൻറ്റ് പറയാം. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞുടനെ അന്നേരം എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ദേവദാസൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ വേയിൽ ഡ്രസ്സ് ചെയ്യും, പർട്ടിക്കുലർ വേയിൽ അവർ ആയിരിക്കും. അന്നേരം ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്ന ആളിനെ നോക്കിക്കഴിഞ്ഞുടനെ പുള്ളി ഒരു ജീൻസും ഇട്ടുകൊണ്ട് ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുക. അന്നേരം എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓൾറെഡി തായ്ലാൻഡിൽ വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. എന്നിട്ട് പുള്ളി ഞങ്ങളെ വെൽക്കം ചെയ്തിട്ട് പറഞ്ഞു, എല്ലാ വർഷവും ക്രിസ്മസിന് ഐ ഹാവ് എ ഫോറിൻ പ്രീച്ചർ പ്രീച്ച് ഇൻ മൈ ചർച്ച് ആൻഡ് ഐ ഹാവ് ബീൻ പ്രേയിങ് ഗോഡ് വെർ ഈസ് മൈ പ്രീച്ചർ ദിസ് ഇയർ. അന്നേരമാണ് എനിക്ക് സഡൻലി മനസ്സിലാകുന്നത് that my season in Malaysia is not finished yet. In order to answer this man's prayer, God has reorganized my trip. എന്നിട്ട് എന്നെ തായ്ലാൻഡ് വരെ കൊണ്ടുവന്നതാണെന്നുള്ളത്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് മലേഷ്യയിൽ പോവുകയും തായ്ലാൻഡ് വാസ് another കംപ്ലീറ്റ്ലി നമ്മൾ 1-2 എപ്പിസോഡ് ചെയ്താൽ പോലും തീരാത്ത കഥകളുണ്ട് അവിടെ. സോ എനിവേ ഗോഡ് ബ്രോട്ട് മീ ബാക്ക് ടു മലേഷ്യ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്നു. പക്ഷേ മലേഷ്യയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞുടനെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു പ്രവാചകൻ അവിടെ വന്നു. എന്നിട്ട് ഈ പ്രവാചകൻ ഞങ്ങളോട് എഴുന്നേക്കാൻ പറഞ്ഞു. ക്ലാസ് തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളോട് എഴുന്നേക്കാൻ പറഞ്ഞു. അയൽസ് കയറി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു 150 സ്റ്റുഡൻസ് ഉണ്ട്. അതിനകത്തുനിന്ന് എന്നെയും എൻ്റെ വൈഫിനെ മാത്രം പൊക്കി എഴുന്നേറ്റ് നിർത്തിയിട്ട് പറഞ്ഞു, തുടങ്ങിയതിങ്ങനെ, ഞാൻ നിന്നോട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞില്ലയോ നിന്നെ ഞാൻ നിൻ്റെ രാജ്യത്തു നിന്ന് വെളിയിലിറക്കും. സുരേഷ് ബാബു പാസ്റ്റർ പറഞ്ഞു നിന്നെ രാജ്യത്തു നിന്ന് വെളിയിൽ കൊണ്ടുപോകുന്നു. അതെ, അതിൻ്റെ സെക്കൻഡ് പോർഷൻ കർത്താവ് ഈ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്ത്, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ നിന്നെ അത്ഭുതകരമായിട്ട് നിന്റെ രാജ്യത്തു നിന്ന് വെളിയിലിറക്കും. ആ ദേവദാസൻ ആ ഒറ്റ ക്ലാസ്സിന് വേണ്ടി മാത്രമേ വന്നുള്ളൂ.
ദൂത് എനിക്ക് മാത്രമേ തന്നുള്ളൂ. പാസ്റ്റർക്ക് വേണ്ടി മാത്രം വന്നതാ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്, ഐ ആം എ ഗോഡ് ഹു ഈസ് ഏബിൾ ടു അക്കംപ്ലിഷ് എവറിത്തിങ് ദാറ്റ് ഐ സേ. സാഹചര്യങ്ങൾ എത്ര നിന്റെ അഗേൻസ്റ്റ് വന്നാലും ഐ ആം ഏബിൾ ടു ബ്രിങ് യു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായി. ഞങ്ങൾ തിരിച്ച് മലേഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വരാൻ ഇടയായി. അന്ന് ആ സമയത്ത് അറിഞ്ഞത്, ഞങ്ങൾ മലേഷ്യയ്ക്ക് പോയി കഴിഞ്ഞ ഉടനെ എൻ്റെ മമ്മിക്ക് ക്യാൻസർ വരികയും അവർ ഞങ്ങളെ അറിയിച്ചില്ല. ബിക്കോസ് ദേ ഡിഡ് നോട്ട് വാണ്ട് us to stop our studies in the middle. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ അറിയിച്ചത്. സോ വി കെയിം ബാക്ക്. മമ്മിക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? ദിസ് ഈസ് ഗോയിങ് ബാക്ക് 2000, അന്നേരം 24 years. അന്ന് ക്യാൻസർ വന്നു. മമ്മി സ്റ്റിൽ അലൈവ്. ഇന്നിപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞു? ഏകദേശം 35 വർഷം. 24 വർഷം കഴിഞ്ഞു. 24 വർഷം കഴിഞ്ഞതിന് ശേഷവും മമ്മി ആരോഗ്യവതിയായിരിക്കുന്നു. ഇന്നലെ ഞാൻ കാണുകയുണ്ടായി. ഷീ പാഷനറ്റ്ലി ലവ്സ് ജീസസ്. അതിൻ്റെ ഒരു വി സീ ഇറ്റ് ലൈക്ക് ദാറ്റ്. ആരോഗ്യതയെ തന്നെയല്ല, പുള്ളിക്കാരത്തി കഴിഞ്ഞ 2 മാസം ഞങ്ങളുടെ കൂടെ ന്യൂസിലാൻഡിലുണ്ടായിരുന്നു. യാത്ര ചെയ്ത്. പപ്പായ്ക്ക് 86 years ഉണ്ട്. 86 years ഉണ്ട്. മമ്മിക്ക് 78 ആണെന്ന് തോന്നുന്നു. 78. അവർ രണ്ടുപേരും ട്രാവൽ ചെയ്ത് വന്ന് ഇപ്പം ഞാൻ തിരിച്ച് അവരെയും കൊണ്ട് കേരളത്തിലോട്ട് വന്നതാണ്. തിരിച്ചു വരുമ്പോൾ മമ്മിക്ക് രോഗമാണെന്ന് അറിയുന്നു. മലേഷ്യയിൽ ഞങ്ങൾ തിരിച്ചു വന്ന് രോഗമെന്ന് അറിയുന്നു. ബൈ ദെൻ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ ഷി വാസ് വെൽ. പക്ഷേ അവർ എഗ്രിമെൻറ്റ്, അവർ ഡിസയർ വാസ് ടു ഗോ ബാക്ക് ടു മലേഷ്യ. എന്നിട്ട് അവിടെ ബൈബിൾ സ്കൂളിൽ തന്നെ ഞങ്ങളെ സ്റ്റാഫായിട്ട് എടുത്തായിരുന്നു. ആൻഡ് ദേ സെഡ് യു കം ബാക്ക്. പക്ഷേ ഡ്യൂ ടു സം റീസൺ ദി വീസാസ് ഡിഡ് നോട്ട് കം ത്രൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്നോട് ന്യൂസിലാൻഡിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെ ഇറ്റ് ലുക്സ് ലൈക്ക് ബൈ ചാൻസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ദേവദാസൻ വന്നു. മൈക്ക് കോണൽ എന്നാ പുള്ളിയുടെ പേര്. പുള്ളി മൈക്ക് കോണൽ എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടില്ല. ഞാൻ ജോൺ ബിബിയർ കേട്ടിട്ടുണ്ട്, ബെന്നി ഹിൻ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ ബൈബിൾ സ്കൂളിലെ ടീച്ചേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അത്ര നല്ല ഒരു ബൈബിൾ സ്കൂളാണല്ലേ. പാസ്റ്റർ മൈക്ക് കോണൽ, ജോൺ ബിബിയർ ഒക്കെ വന്ന് പഠിപ്പിക്കും അവിടെ. ബെന്നിഹിൻ അന്ന് മോറിസ് സെറിലോ ജീവനോടുണ്ടായിരുന്നു. മോറിസ് സെറിലോ ഒക്കെ അവിടെ വന്ന് പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്കൂൾ. അവരൊക്കെ വരുന്നുണ്ട്. ഇറ്റ് ബിക്കംസ് ഓപ്പൺ ടു ദ പബ്ലിക് ആസ് വെൽ. അന്നേരം സ്റ്റുഡൻസ് അലൗഡ് ടു സെർവ്, ദേ ഹാവ് ടൈം വിത്ത് ഹിം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ബൈബിൾ സ്കൂളാണ്. എന്നിട്ട് അവിടെ ഞാനിങ്ങനെ ഞങ്ങൾക്കന്ന് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഡെലിവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാസം ഫാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ച ഫാസ്റ്റ് ചെയ്ത് ഇരുന്ന് ഡീമൺസിനെ ഇറക്കി വിടുന്ന പരിപാടിയെ നമുക്കറിയത്തുള്ളൂ, അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇന്നാണെങ്കിലും ഞങ്ങളോട് പറഞ്ഞു, ഈ ബൈബിൾ സ്കൂളിൽ പറഞ്ഞു മൈക്ക് കോണൽ വരുന്നു, നിങ്ങളെല്ലാവരും ഫാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഫാസ്റ്റ് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മോള് 14 മാസമേ ഉള്ളൂ. സോ ഷീ ഈസ് ക്യൂട്ട് ആൻഡ് കഡ്ലി, ഇങ്ങനെ നടക്കും എല്ലായിടത്തും. അന്നേരം എല്ലാവരും വന്ന് അവളെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കും. അങ്ങനെ നിന്ന സമയത്ത് ഒരു ചൈനീസ് ലേഡി സിസ്റ്റർ, റഫ്ലി ഹൈ 30s അല്ലെങ്കിൽ ഏർലി 40s ഒരു സിസ്റ്റർ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. സഡൻലി പുള്ളിക്കാരത്തി ഫ്ലോറിലോട്ട് കൊളാപ്സായി അങ്ങ് താഴെ വീണു. ഞാൻ ഓടി പ്രിൻസിപ്പളിനെ വിളിക്കാൻ പോയി, ഇന്നാര് കൊളാപ്സായെന്ന് പറഞ്ഞ്. കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുക. പക്ഷെ കുഞ്ഞിനെ താഴെ ഇട്ടില്ല. പുള്ളിക്കാരത്തി കൊളാപ്സായി കുഞ്ഞിനെ താഴോട്ട് വെച്ച് അങ്ങ് ഉരുണ്ട് താഴെ വീണിട്ട് കിടന്ന് ഉരുളാൻ തുടങ്ങി. ഒരു മാനിഫെസ്റ്റേഷനാണ്. എനിക്കറിയത്തില്ല. ഞാൻ ഓടിപ്പോയി പ്രിൻസിപ്പളിനെ വിളിക്കാൻ പോയി. അന്നേരം പ്രിൻസിപ്പൾ പറഞ്ഞു, ഡോണ്ട് വറി. പതുക്കെ പുള്ളിക്കാരത്തി എൻ്റെ കൂടെ മേളി വരെ വന്നു. ഡോണ്ട് വറി, she is manifesting because Mike Connell has just got into the flight. മൈക്ക് കോണൽ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ മലേഷ്യയിൽ ഒരു വ്യക്തിയിൽ ദുരാത്മാവ് വെളിപ്പെടുകയാണ്. ഒരു വ്യക്തിയൊന്നുമല്ല, ഒരു വ്യക്തിയല്ല, മെജോറിറ്റി ക്ലാസ്സിൽ അനേകം വ്യക്തികളിൽ ഉള്ള ദുരാത്മാക്കൾ അവിടെ പ്രകടമാകുന്നു. ശരിക്കും ഇളകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അന്നേരം ചോദിച്ചു, ഫ്രം വേർ?
അന്നേരം പറഞ്ഞു ഓക്ലൻഡ് ടു കേൽ എന്ന് പറഞ്ഞാൽ 11,000 കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസാണ്. 11,000 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ നിന്ന് ഒരഭിഷക്തൻ, വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്ത ഒരു അഭിഷക്തൻ യാത്ര ആരംഭിക്കുമ്പോൾ മലേഷ്യയിൽ ബൈബിൾ കോളേജിൽ സ്റ്റുഡൻസിൻ്റെ മേലുള്ള ദുരാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങുന്നു. ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദേ ഹാവ് ബീൻ സെർവിങ് ഗോഡ്, മിനിസ്ട്രിയിലുള്ളവരാ, പല ടൈപ്പിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. മറഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ ഇവരെല്ലാം ശുശ്രൂഷയിലാണ്, ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ഇതുവരെയും പുറത്ത് കാണാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ ഒരു അഭിഷക്തൻ്റെ മേലുള്ള മാൻഡലിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നു. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എല്ലാവരും ഞാൻ സീനിയർ പാസ്റ്റർ, ഞാൻ ഇന്നാര്, ഞാൻ എൻ്റെ ടൈറ്റിൽ, എൻ്റെ പൊസിഷൻ, ഞാൻ ഇന്ന രാജ്യത്തു നിന്ന് വരുന്നുള്ള ആ ആറ്റിറ്റ്യൂഡാണ്. പുള്ളി വന്ന് 2 ദിവസം മിനിസ്ട്രി ചെയ്ത് കഴിഞ്ഞോണ്ടേ എല്ലാവർക്കും മനസ്സിലായി നമുക്ക് ഇത്രയേ ഉള്ളൂ. വി ബിക്കേം വൺ ബോഡി, വി ബിക്കേം വൺ യൂണിറ്റ്. ആ ഡിമോണിക് പ്രസൻസ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞോണ്ടേ പർട്ടിക്കുലർലി നമ്മൾ കാണാത്ത ചില സ്പിരിറ്റ്സ് ഉണ്ട്. സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, സ്പിരിറ്റ് ഓഫ് ആരഗൻസ്, ഇതെല്ലാമാ വളരെ ക്വിക്ക്ലി പോയത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇതെല്ലാം എവിടെ പോയെന്നറിയത്തില്ല. എവ്രിബഡി വാസ് വെരി ഹംബിൾ ആൻഡ് ദേ സ്റ്റാർട്ടഡ് മാനിഫെസ്റ്റിംഗ് ജീസസ് ആറ്റിറ്റ്യൂഡ്. മേജറായിട്ടുള്ള അതിനെക്കുറിച്ച് നമ്മൾ മറ്റേ തലക്കെട്ടി സംസാരിക്കുന്നുണ്ട്. വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. പ്രൈഡ് ഈസ് എ മേജർ ഫാക്ടർ ദാറ്റ് കീപ്സ് അസ് ഡിവൈഡഡ്. അത് അവിടെ ഞങ്ങൾ കണ്ടായിരുന്നു. ആ മാനിഫെസ്റ്റേഷൻസ് എല്ലാം കഴിഞ്ഞോണ്ട് വി ബിക്കേം വൺ യൂണിറ്റ്. എവറിബഡി വാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി അതർ പേഴ്സൺ ഈസ് ഈക്വലി അനോയിൻറ്റഡ് ലൈക്ക് മീ. അവർക്കൊരു വിളിയുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവേ, എനിക്ക് ഈ ദേവദാസൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ബിക്കോസ് ഞാൻ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഡീമൺസ് ഉണ്ടെന്ന് തന്നെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ആ ഡീമൺസിനെ ഇറക്കി വിടണമെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് കൊണ്ടാണ്. ഈ സമയത്ത് എപ്പിസ്കോപ്പൽ ബാക്ക്ഗ്രൗണ്ടില്ല. എപ്പിസ്കോപ്പൽ ചർച്ചുകളിലൊന്നും ഡിമൺ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ ഡെലിവറൻസ് മിനിസ്ട്രി ഒന്നുമില്ല. അന്നത്തെ സമയത്ത് ഒന്നുമില്ല. ഇന്നുണ്ടോ? ഇന്ന് ചില ചർച്ചസിലൊന്നും നമുക്ക് അധികം കാണാനില്ല. എന്നിട്ട് ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു വഴി ഇവിടെ പോകാൻ തുറക്കണമേ. അതിൻ്റെ മുമ്പേ ഗോഡ് സ്പോക്ക് ടു മീ, നിന്നെ ഞാൻ ന്യൂസിലാൻഡിൽ കൊണ്ടുപോകും. അന്നേരം ഓർത്തോണം, ഞാൻ പാസ്പോർട്ട് പോലും മേടിക്കാതിരിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ്. അന്നേരം ഈ വോയിസ് എന്നോട് പറയും, ഐ വിൽ മൂവ് യു ടു ന്യൂസിലാൻഡ്, ഐ വിൽ ഗിവ് യു ഹെഡ് ക്വാർട്ടേഴ്സ് ദെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോണ്ടേ ഞാൻ ആ ശബ്ദത്തിനെ ബന്ധിച്ചു പ്രാർത്ഥിച്ചു. നമുക്കറിയത്തില്ല ഇത്. ഐ എം സ്റ്റിൽ ലേണിംഗ് ടു വാക്ക് വിത്ത് ഗോഡ്. ഐ ഡിഡ് നോട്ട് നോ ദ സൗണ്ട്. അന്നേരം ഞാൻ ഇതിനെയൊക്കെ ബൈൻഡ് ചെയ്തു. സോ that voice stopped immediately. പക്ഷേ God already said, when I look back now, I can see ഓരോ സ്റ്റെപ്പിലും കർത്താവിൻ്റെ ഗൈഡൻസ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഗോഡ് ടേക്ക് മീ ടു ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്നതും എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ന്യൂസിലാൻഡിനെ കുറിച്ച് പറയുന്നതും. അന്നേരം ഞങ്ങൾ പോയി ഇത് ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ചു, വെതർ പോകാൻ ഒക്കുമോ ഇല്ല. അന്നേരം അവർ വലിയൊരു തുക പറഞ്ഞു, പോകാനെങ്കിൽ ഇന്നത് ചെയ്യണം. പക്ഷേ അവർ ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഞാൻ ഒബ്സർവ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അന്നേരം ഞാൻ അത് വെച്ചെല്ലാം റിസർച്ച് ചെയ്ത് വീട്ടിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ന്യൂസിലാൻഡിലോട്ട് മൂവ് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്തു. ഫസ്റ്റ് ഒരു പൈസ പോലും ചിലവാക്കാതെ, വിസയോ ഏജന്റിനോ പൈസ കൊടുക്കാതെ ദൈവം എനിക്ക് വഴി തുറന്നു. 3 പേർക്കും വിസ, റെസിഡൻസിങ് കൊണ്ടാണ് ഞാൻ പോയത്. അതല്ലാതെ അവരുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു, നമ്മൾ ഇംഗ്ലീഷിൻ്റെ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡൻസി തരത്തുള്ളൂ. ഞാൻ അന്നേരം ഇംഗ്ലീഷിൽ അവർക്കൊരു ലെറ്ററൊക്കെ എഴുതി കൊടുത്തു. ഞാൻ ഈ എക്സാമിന് ഇരിക്കത്തില്ല, ബിക്കോസ് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ഈ ഏജൻറ്റ് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും യു ഹാവ് ടു പാസ് ദിസ് IELTS എക്സാം, നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് 2001 ഈ അപ്ലൈ ചെയ്തത്. അങ്ങനെ 2003
കർത്താവ് വഴി തുറന്ന് ഞങ്ങൾ ന്യൂസിലാൻഡിൽ പോയി പാസ്റ്റർ മൈക്കിൻ്റെ അണ്ടറിൽ 10 വർഷം സെർവ് ചെയ്യാനുള്ളതും പുള്ളിയുടെ അണ്ടറിൽ ഓർഡിനേഷൻ കിട്ടാനും ഒക്കെയുള്ള വഴി കർത്താവ് തുറന്നു. ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നവർക്ക് നല്ല ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ നല്ല ഒരു മാതൃകയാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, മൈക്ക് കോണൽ പാസ്റ്ററിൻ്റെ കൂടെ 10 വർഷത്തോളം ആ ദേവദാസിനെ ശുശ്രൂഷയിൽ സഹായിക്കുകയുണ്ടായി. 10 വർഷത്തോളം ആ ചേർച്ചിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. ആ ചേർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതോടൊന്നിച്ച് തന്നെ അവിടുത്തെ ഒരു പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുത്തു. ഞാൻ ഫസ്റ്റ് ഡേ ചെന്ന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുള്ളിയെ കാണാനിടയായി. പുള്ളി വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, സാജൻ, എൻ്റെ കൂടെ ഒരാൾ അറ്റ്ലീസ്റ്റ് ഒരു 7 to 10 years നിന്നെങ്കിൽ മാത്രമേ ഞാൻ അവരെ പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്യത്തുള്ളൂ. നിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ, ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ബട്ട് ഐ എം ലെറ്റിംഗ് യു നോ, എൻ്റെ അവിടെ വന്ന് സെർവ് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ പാസ്റ്ററായിട്ട് അലൗ ചെയ്യത്തുള്ളൂ. നീ പറയുവാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചർച്ചിൽ ഫോൺ ചെയ്ത് അവരോട് പറയാം, and they can give you a position, ഒരു ടൈറ്റിൽ അവർ നിനക്ക് തരും. പക്ഷേ എൻ്റെ ചർച്ചിൽ നിനക്ക് നിൽക്കണമെങ്കിൽ യു ഹവ് ടു കം ആൻഡ് സെർവ്. ബിക്കോസ് ഞാൻ നിൻ്റെ കയ്യിൽ തരാൻ പോകുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് നിൻ്റെ കയ്യിൽ ഞാൻ തരാൻ പോകുന്നത്. ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിനക്ക് തരുന്നതിന് മുമ്പേ പ്ലാറ്റ്ഫോമിനെ കുറിച്ചല്ല, ജനത്തിനെ കുറിച്ച്. ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു വിൽ വാല്യൂ ദം ആൻഡ് ലുക്ക് ആഫ്റ്റർ ദം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വി ഡിസൈഡഡ് നോ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈസ് ടു ലേൺ ഫ്രം ഹിം. സോ വി സെഡ് നോ, വി വിൽ സെർവ്. അന്നേരം എനിക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ചർച്ച, എനിക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത് കാർ പാർക്ക് അറ്റൻഡൻ്റ് ആയിട്ട്. കാർ പാർക്ക് അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടൈറ്റിലാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കാറും കൊണ്ട് വരുന്നവരുടെ കതക് പോയി തുറന്ന് കൊടുക്കുക, വെയിലാണെങ്കിൽ കുട തുറന്ന് പിടിച്ച് അവരെയും കൊണ്ട് ഗേറ്റ് വരെ കൊണ്ടുവരിക, മഴയാണെങ്കിൽ ഞാൻ റെയിൻകോട്ട് ഇല്ലെങ്കിലും അവരെ കവർ ചെയ്തുകൊണ്ട് ഗേറ്റ് വരെ കൊണ്ടുവരണം. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. അത് നമുക്ക് എല്ലാ സൺഡേയിലും ഡ്യൂട്ടി ഉണ്ട് രാവിലത്തെ സർവീസിന്. അന്നേരം രാവിലത്തെ സർവീസിന് നമ്മൾ പോയെങ്കിലും ഒന്നും ചെയ്യാനൊക്കത്തില്ല. വൈകിട്ടത്തെ സർവീസിന് പോയി അറ്റൻഡ് ചെയ്താൽ നമ്മൾ പ്രസംഗം കേൾക്കുന്നത്. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ യൗവനക്കാരും ഇത് അടിവരയിടണം. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന കാലയളവിൽ അവിടെ ന്യൂസിലാൻഡിൽ ഹേസ്റ്റിങ്സിൽ കാർ പാർക്ക് അറ്റൻഡൻ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് ദൗത്യം ലഭിച്ചത്. എന്നാൽ ഞാൻ ഗിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, പേര് വിളിക്കുന്നുണ്ട്, അന്ന് പേര് വിളിക്കുന്നുണ്ട്, ഡേറ്റ്സ് പറയുന്നുണ്ട്, ആൾക്കാരോട് ഡേറ്റ് സഹിതം പറയും, ഇത്രാം തീയതി നിങ്ങൾക്ക് കർത്താവ് ജോലി തരും, ഇന്ന വർഷത്തിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അത്ഭുതകരമായിട്ടുള്ള ഹീലിങ്സ് നടന്നിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് ബൈബിൾ സ്കൂളിൽ പോയിട്ടുണ്ട്, വലിയ പേരുള്ളവരുടെ അണ്ടറിൽ ഇരുന്നിട്ടുണ്ട് ടീച്ചിങ്ങിൽ. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞോണ്ടേ ഇവിടെ നമുക്ക് ഫസ്റ്റ് ജോബ്. ബൈബിൾ സ്കൂളിൽ നിന്ന് ഡിഗ്രി ലഭിച്ചിട്ടുണ്ട്. പ്രോഫറ്റിക് ഓഫീസ് എന്ന് പറയാനൊക്കെയില്ല, പ്രോഫറ്റിക് മിനിസ്ട്രിയിൽ ശക്തമായിട്ട് ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഒരു പ്രോഫറ്റിക് ഓഫീസിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്നു. അതിശക്തമാകുന്ന ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗിഫ്റ്റിങ്, ഹീലിംഗ് ആ സമയത്ത് പുറപ്പെടുന്നു. ഇതെല്ലാം ആയിരിക്കുമ്പോഴും ആദ്യത്തെ ദൗത്യം സീനിയർ പാസ്റ്റർ കൊടുക്കുന്നത് കാർ പാർക്ക് അറ്റൻഡൻ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞ് ഡോർ കീപ്പർ. രണ്ടാമത്തെ ദൗത്യം ഡോർ കീപ്പർ. അതെവിടെയാണ്? അത് ചർച്ചിൻ്റെ അകത്ത് 2 ഡോറുണ്ട്. സാങ്ച്വറിക്കകത്ത് കയറുന്നതിന് മുമ്പേ ഒരു ഡോറുണ്ട്, ഫോയറിനകത്ത് കയറുന്ന ഡോറിൻ്റെ അവിടെ ഡോർ കീപ്പറായിട്ട് അടുത്ത സ്റ്റേജ്. അത് കഴിഞ്ഞ സാങ്ച്വറി കയറുന്ന ഡോറിൻ്റെ അവിടെ അടുത്ത സ്റ്റേജ്. ഫസ്റ്റ് ഡോറിൻ്റെ കീപ്പറായി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സാങ്ച്വറി ഡോറിൻ്റെ കീപ്പറായി, പിന്നെ സാങ്ച്വറിക്കകത്ത് ഒരു റോള് വരുന്നവരെ കൊണ്ട് ഇരുത്താനും അഷറായിട്ട് ഉള്ള റോൾ കിട്ടിയത്. ഇതിൻ്റെയൊക്കെ കാലയളവ് എത്ര ആയിരിക്കും? ഒരു കാർ പാർക്ക് അറ്റൻഡൻ്റ് ആയിട്ട് എത്ര നാളുണ്ടായിരുന്നു? എക്സാക്ട്ലി എനിക്ക് ആ പീരിയഡ് ഓർമ്മയില്ല, പക്ഷെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ ഓർഡൈൻ ചെയ്തു.
3 വർഷം കഴിയുമ്പോഴേക്കും അവിടുത്തെ പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്തു. അവരുടെ അപ്പോൾ ആ 3 വർഷത്തെ ആ കാലയളവിൻ്റെ ഉള്ളിലാണ് കാർ പാർക്ക് അറ്റൻഡൻറ്റ്, ഫസ്റ്റ് ഡോർ കീപ്പർ, സെക്കൻഡ് ഡോർ കീപ്പർ, പിന്നെ സാങ്ച്വറിക്കുള്ളിലെ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയുള്ള ചുമതലകളിലെല്ലാം എത്തിച്ചേർന്നു. മീൻ വൈൽ ഞാൻ സെൽ ഗ്രൂപ്പ്സ് നടത്തുന്നുണ്ട്. ഒന്നൊന്നുമല്ല, 3-4 സെൽ ഗ്രൂപ്പ്സ് നടത്തുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഞങ്ങൾ ചർച്ചിൻ്റെ അവിടുന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് ദൂരെയാണ് നമ്മുടെ വീട്. ആ ഏരിയയിൽ ഇവർക്ക് വർക്കില്ലായിരുന്നു. നമ്മൾ പൈസ ചിലവാക്കി റേഡിയോയിൽ അഡ്വർടൈസ് ചെയ്ത് നമ്മൾ 3 or 4 സെൽ ഗ്രൂപ്പ്സ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർക്ക് ആ ഏരിയയിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സൺഡേ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഇതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ തലക്കെട്ടിലേക്ക് നമുക്ക് വരാനൊക്കെ, ആഴത്തിൽ അടിസ്ഥാനമിടുക എന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ കേരളത്തിലെ യൗവനക്കാരായിട്ടുള്ള ശുശ്രൂഷകർ അനേകരധികം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായിട്ട് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് ഇതിൽ നിന്നുള്ള സന്ദേശം പാസ്റ്റർ പങ്കുവയ്ക്കുമോ? പാസ്റ്ററെ, ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാ, ബൈബിളിനകത്ത് പലയിടത്തും ജീസസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജീസസിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ജീസസ് പറയുന്ന ഇതാ, ഗോ അവേ വിക്കറ്റ് സെർവൻറ്റ്. വിക്കറ്റ് എന്നാണ് പറയുന്നത്. വിക്കറ്റ് സെർവൻറ്റ്, ഗോ അവേ വിക്കറ്റ് സെർവൻറ്റ്, ഐ ഡു നോട്ട് നോ യു. എന്നെ അറിയുന്നില്ല. ആ വേർഡ് ഡു നോട്ട് നോ യു എന്ന് പറഞ്ഞാൽ ആ പദം സെയിം വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആഡം ന്യൂ ഹിസ് വൈഫ് ഈവ്. സെയിം, അത് ഹീബ്രുവിൻ്റെ അത്. ഈ വേർഡ് ഇവിടെ യൂസ് ചെയ്ത സെയിം വേർഡ് അവിടെ യൂസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇൻറ്റിമസി ബിറ്റ്വീൻ യു ആൻഡ് മീ. എനിക്ക് ഗിഫ്റ്റ് ഉണ്ടാകാം, പക്ഷേ ഐ മേ നോട്ട് ഹാവ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. സോൾ, കിങ് സോൾ, ഹി ഹാഡ് എ ടൈറ്റിൽ. രാജാവായിട്ട് ദൈവം തന്നെ അപ്പോയിന്റ് ചെയ്തത്, പക്ഷേ ഹി ഹാഡ് നോ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അതല്ലാതെ ഇപ്പം നമ്മൾ റെവലേഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ you are not positioned in the book of Revelation based on your giftings. You are positioned there based on the relationship. Kings and priests, elders. ഈ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ സുവിശേഷകനെന്നോ പാസ്റ്റർ എന്നോ എന്നൊന്നും കാണാനില്ല. ഒന്നുമില്ല. അവിടെ മുഴുവൻ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം, യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ. എൽഡേഴ്സ് ആയിട്ടുണ്ട് അവിടെ ആൾക്കാർ. പിന്നെ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, രാജാക്കന്മാരും പുരോഹിതന്മാരും. പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹിയർ ദ ഹാർട്ട് ഓഫ് ഗോഡ്, യു ഹിയർ പീപ്പിൾസ് ഹാർട്ട് ആൻഡ് യു കോൺസ്റ്റന്റ്ലി. അതാ റിലേഷൻഷിപ്പ് ബേസ്ഡ്. ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ടൈറ്റിലല്ല, ഗിഫ്റ്റിംഗും അല്ല. പക്ഷേ ഗിഫ്റ്റിങ്ങും ടൈറ്റിൽസും ഒക്കെ അതിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവുമായിട്ടുള്ള യേശുവുമായിട്ടുള്ള അടുപ്പത്തിൽ തുടരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻറ്റിമസി ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപകടം വിളിച്ചു വരുത്തും. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അപകടം വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ നമ്മൾ ഈവൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് അത് നോക്കിക്കഴിഞ്ഞാൽ ദി ആർക്ക് ഓഫ് ദ കവനന്റിൻ്റെ അടുത്ത് കയറിയിരിക്കുന്നത് വാസ് നോർമലി ആരോൺ ആൻഡ് ഹിസ് ഫാമിലി. ഓക്കെ, ഈ ടെൻറ്റിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന അവരാ. പക്ഷേ ജോഷുവ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഹി വുഡ് നോട്ട് ലീവ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ജോഷുവ ഏത് ട്രൈബാ? ഹി ഈസ് നോട്ട് എ ലീവൈറ്റ്, ഹി ഈസ് ആൻ എഫ്രമൈറ്റ്. ഇഫ്രൈമിൻ്റെ ഫാമിലിയിലുള്ളതാ ജോഷുവ. സോ ഹി വാസ് ഏബിൾ ടു എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് കോൺസ്റ്റന്റ്ലി ബിക്കോസ് ഓഫ് ഹിസ് റിലേഷൻഷിപ്പ്. യോശുവയ്ക്ക് കർത്താവുമായിട്ട് അത്ര അടുത്തൊരു ബന്ധമുള്ളതിനാൽ സാന്നിധ്യത്തിലാണ് തുടരുന്നത്. അത് മോശം മുറിക്കകത്തുനിന്ന് പോകുമെന്ന് പറയും ആ ടെൻറ്റിൻ്റെ അടിയത്ത്. പക്ഷേ ജോഷുവ നെവർ ലെഫ്റ്റ് ദ ടെൻറ്റ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ പ്രസന്റ് സാഹചര്യം, ഇപ്പം കേരളത്തിൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പാസ്റ്റർ എന്താണ് ശ്രദ്ധിക്കുന്നത്? യൗവനക്കാരായിട്ടുള്ള ശുശ്രൂഷകന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്? ഐ സിറ്റ് വെരി ഫാർ ഫ്രം ഹിയർ. അന്നേരം എനിക്ക് ഇവിടുത്തെ ഈ നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഐ എം നോട്ട് പേഴ്സണലി ഇൻവോൾവ്. പക്ഷേ ലോട്ട് ഓഫ് യങ് പീപ്പിൾ കം ടു മീ. അവർക്ക് ഇന്നർ ഹീലിങ്ങിൻ്റെ നമ്മൾ മിനിസ്ട്രി നടക്കുന്നുണ്ട്. സോ ഐ നോ പീപ്പിൾ പേഴ്സണലി അറിയാം. അതുപോലെ ഞാൻ വെളിയിലിരുന്ന് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഒബ്സർവേഷൻ ഇതാ, എ ലോട്ട് ഓഫ് ദം ആർ പെർസ്യൂയിങ് ഗിഫ്റ്റ്സ്. കൃപാവരങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയുള്ളൊരു യാത്രയാണ് അനേകം യൗവനക്കാരിൽ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്.
നമ്പർ 2, ഡിസൈപ്പിൾഷിപ്പിന് ദർ ഇസ് നോ പ്ലേസ്. ശിഷ്യത്വത്തിന് യാതൊരു സ്ഥാനവും അവിടെ ഇല്ല. അവർ കൃപാവരങ്ങളെ മാത്രം ലക്ഷ്യമാക്കി അത് എങ്ങനെയെങ്കിലും തങ്ങളിലൂടെ പുറപ്പെടണം, അത് മുഖാന്തരമായിട്ട് അവർക്ക് സ്ഥാനം, ഉയർച്ചകൾ ഇതൊക്കെ ലഭിക്കണമെന്നുള്ളൊരു എൻ്റെ ഒബ്സർവേഷൻ ഇതാ, നമ്മൾ ഗിഫ്റ്റ് ബേസ്ഡ് മാത്രം വരുന്നുണ്ട്. ഇറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ വൂണ്ടഡ്നെസ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. തീർച്ചയായിട്ടും നമ്മിലൂടെ കൃപാവരങ്ങൾ ജ്വലിക്കണം, കൃപാവരങ്ങൾ പുറപ്പെടണം, അത്ഭുതങ്ങൾ സംഭവിക്കണം, രോഗസൗഖ്യം സംഭവിക്കണം. എന്നാൽ പ്രഥമ ലക്ഷ്യം എന്തായിരിക്കണം? പ്രഥമ ലക്ഷ്യം കൃപാവരങ്ങൾ മാത്രമാകുന്നു എങ്കിൽ മുറിവേൽക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്നാണ് ആ ആഗ്രഹം ഉയരുന്നത്. ഐ എം ടോക്കിംഗ് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ്. കുറച്ച് നാൾ കഴിഞ്ഞോണ്ടേ ഐ സ്റ്റാർട്ടഡ് സെയിങ്, ഗോഡ് വൈ യു ആർ നോട്ട് യൂസിങ് മീ? എനിക്ക് ഈ ഗിഫ്റ്റ് ഉണ്ട്, ആ ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ എത്ര നാൾ കാർ പാർക്കിൽ നിൽക്കണം, ഞാൻ എത്ര നാൾ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കണം എന്നുള്ളൊരു എനിക്ക് മനസ്സിലുണ്ട്. അന്നേരം ഇറ്റ് ഈസ് എ ക്രൈ ദാറ്റ് കെയിം ഫ്രം വിതിൻ. ആ കാലയളവിൽ ഗോഡ് ഡിഡ് നോട്ട് ഡു എനിത്തിങ് ടു പ്രൊമോട്ട് മീ. ഐ എം വർക്കിംഗ് ഹാർഡ്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്നും 12:30 1 മണിയാകുന്നുണ്ട് എഴുന്നേറ്റിട്ട് 4 hours 5 hours പ്രാർത്ഥിക്കും, വചനം വായിക്കും. ദിസ് ഇസ് നോൺ സ്റ്റോപ്പ് ലൈഫ് സ്റ്റൈലാണ്. അന്നേരം എൻ്റെ മനസ്സിൻ്റെ അകത്തിരിക്കുന്നത്, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്രയും വചനം വായിക്കുന്നു, വൈ ഗോഡ് ഈസ് നോട്ട് പ്രൊമോട്ടിങ് മീ? എൻ്റെ സീനിയർ പാസ്റ്റർ എന്താ ഇത് കാണാത്തത്? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഹി ഈസ് നോട്ട് പ്രൊമോട്ടിങ് മീ. ആ കാലത്തിലാണ് കർത്താവ് സ്റ്റാർട്ടഡ് ഡീലിംഗ് വിത്ത് മീ ഓൺ മൈ ഇൻസൈഡ്. ഞാൻ വലിയൊരു ചർച്ചിലാണ്, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ചർച്ചിലാണ്. ഗോഡ് കെയിം ടു മീ ആൻഡ് സെഡ് വൺ ഡേ, സജൻ, ഐ ഹാവ് ടേക്കൺ യു ആസ് ഫാർ ആസ് ഐ ക്യാൻ ടേക്ക് യു. ഞാൻ ഓൾറെഡി പാസ്റ്റർ ആയി കഴിഞ്ഞു. ഇത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഓൾറെഡി പാസ്റ്ററാണ്. ആ സമയത്താണ് ഞങ്ങളുടെ സീനിയർ പാസ്റ്ററിൻ്റെ മകൻ, പുള്ളി പാകിസ്ഥാനിൽ പോയി മിനിസ്ട്രി സ്ഥാപിക്കാനും അവിടെ പാസ്റ്റർ അൻവർ ഫസലിനെ ഹെൽപ്പ് ചെയ്യാനും പോയി. ആ സമയത്ത് ഞാനാ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി പുള്ളിയുടെ സ്ഥാനത്ത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ കർത്താവ് എന്നോട് പറയുന്നത്, സജൻ, ഐ ഹാവ് ടേക്കൺ യു ആസ് ഫാർ ആസ് ഐ ക്യാൻ ടേക്ക് യു. കൊണ്ടുപോകുവാൻ കഴിയുന്നിടത്തോളം കർത്താവ് ഈ അഭിഷക്തനെ കൊണ്ടുപോയി എന്നൊരിക്കൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചു. ഐ ഹാവ് ടേക്കൺ ആസ് ഫാർ ആസ് ഐ ക്യാൻ ടേക്ക് യു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഗോട്ട് ബിഗ് പ്ലാൻസ്, ബട്ട് ദിസ് ഈസ് ഓൾ ഐ ക്യാൻ ക്യാരി യു ടു. വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്, പക്ഷേ ഇവിടം വരെ കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. എന്തുകൊണ്ട്? Because you have got woundedness, you have built pillars in your life, you have built walls in your life, and unless you break those down, I cannot take you any further. ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം. അനേകരെ ആഗ്രഹിക്കുന്ന കർത്താവ് ഒരു പുതിയ ഉയർച്ച തരണമേ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. പക്ഷേ കർത്താവ് പറയുന്നത്, നിന്നെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നിടത്തോളം ഞാൻ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നിന്നെ കൊണ്ടുപോകുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിന്നെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്തുള്ള മുറിവുകൾ, നീ നിന്റെ മനസ്സിൻ്റെ പ്രതികരണങ്ങൾ മൂലം ഉയർത്തിയിരിക്കുന്ന തൂണുകൾ, മതിലുകൾ, ഇതെല്ലാം നിന്റെ വളർച്ചയ്ക്കും നിന്റെ പുരോഗതിക്കും തടസ്സം സൃഷ്ടിക്കുകയാണ്. മറ്റാരുമല്ല, നിന്റെ അകത്തു തന്നെ നീ ഉയർത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള മതിലുകളാണ്, മുറിവുകളാണ്. അതിനെ തകർത്തെങ്കിൽ മാത്രമേ, ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനൊരു സൗഖ്യം ലഭിച്ചെങ്കിൽ മാത്രമേ, ഒരു രൂപാന്തരീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് അടുത്ത തലത്തിലേക്ക്, പ്രതലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയത്തുള്ളൂ. He started telling me, ഇത്രയും വലിയൊരു ചർച്ചിൻ്റെ അകത്ത് നിന്നെ വെച്ചിട്ട് നിനക്ക് ഒറ്റ ഫ്രണ്ട് ഇല്ല. യു നെവർ ഓപ്പൺ യുവർ ഹാർട്ട് ടു എനിബഡി. നിന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ യു പുഷ് ദം അവേ. നിന്റെ റിലേഷൻഷിപ്പ് എല്ലാം ട്രാൻസാക്ഷനല്ല. എങ്ങനെ ഒരാൾ തോളെ കയറി അടുത്ത ലെവലിലോട്ട് പോകാന്നുള്ളതാ മാത്രമേ നിന്റെ മനസ്സിൻ്റെ അകത്ത് ഇരിക്കുന്ന ചിന്താഗതി. ബന്ധങ്ങളെല്ലാം ട്രാൻസാക്ഷനലാണ്. ട്രാൻസാക്ഷണൽ എന്ന് പറയുമ്പോൾ നമുക്കെന്തെങ്കിലും ഉയർച്ചയ്ക്കുള്ള വഴി ഈ വ്യക്തിയിലൂടെ ലഭിക്കുമോ എങ്കിൽ എനിക്ക് ആ വ്യക്തിയുമായിട്ട് ബന്ധം വേണം. അതല്ലാതെ ഒരടുപ്പമുള്ള സുഹൃത്തില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയുണ്ട് സ്കൂൾ ലൈഫ് മുതലേ അങ്ങനെ. ഇത് മുൻകാലം മുതൽ, സ്കൂൾ ലൈഫ് മുതൽ തന്നെ ഇങ്ങനെ ബിക്കോസ് അന്ന് മുതലേ മുറിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മേജർ ഏരിയ കർത്താവ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, ഐ ഹാഡ് ടു റീകൺസൈൽ വിത്ത് മൈ ഫാമിലി. എൻ്റെ പേരൻസിൻ്റെ കൂടെ ഉള്ള എൻ്റെ ആങ്കറും എൻ്റെ ഫ്രസ്ട്രേഷനും എല്ലാം ഐ ഹാഡ് ടു ഡീൽ വിത്ത് ഇറ്റ്. മാതാപിതാക്കളുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് സീയിങ് മേജർ ഷിഫ്റ്റ്. അത് കഴിഞ്ഞ്
God just ended. എന്താ പറയുന്നത്, my ministry grew 4 times exponentially. The drive to be on a platform, അല്ലെങ്കിൽ അവരോട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യണം, ഇവരോട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യണം, അവരുടെ പുറകെ നടക്കണം, all that went away. Now my whole life is focused on how can I love on Jesus more. ആ പ്ലേസിൽ നിന്നാണ് ഇപ്പം ഞാൻ മിനിസ്ട്രി ചെയ്യുന്നത്. അത്ഭുതകരം. ഇത് ഒരു നീണ്ട മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട കാര്യമാണെങ്കിലും 1-2 വാക്കുകളിൽ കർത്താവിൻ്റെ ദാസൻ ഇത് പറഞ്ഞ് പോകുകയാണെങ്കിലും ഇത് നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഒരു പാഠമായി സ്വീകരിച്ച് പരിവർത്തനത്തിന് തയ്യാറാകുകയാണ് എങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുകയാണ്. നമുക്ക് യേശു മാത്രം മതി. യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. ഈ ബന്ധങ്ങളുടെ പുറകെ നടക്കുമ്പോൾ ഓർക്കുക, അതൊരു ട്രാൻസാക്ഷണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം, എനിക്കൊരു ഉയർച്ച കിട്ടാൻ വേണ്ടി മാത്രമാണ് ചില ഉന്നത വ്യക്തികളോട് നീ ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമം നടത്തുന്നത് എങ്കിൽ അവസാനിപ്പിക്കുക. യേശു ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇവരെല്ലാമായിട്ട് നിനക്ക് നല്ല ബന്ധം ലഭിക്കുകയും ചെയ്യും. അവിടെ അവരാരും നിൻ്റെ മുൻപിൽ ഒരിക്കലും ഒരു വിഗ്രഹമാകുകയുമില്ല. നിൻ്റെ ഹൃദയം മുഴുവൻ യേശു ക്രിസ്തുവിൽ പതിഞ്ഞിരിക്കും. വളരെ അത്ഭുതകരം. ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞങ്ങൾ തുടരുന്നതായിരിക്കും. നല്ല അടിസ്ഥാനമിട്ട് പണിയണം. എന്നെ കേൾക്കുന്ന യൗവനക്കാരാകുന്ന എല്ലാവരോടും വിനയപുരസ്സരം ഓർപ്പിക്കുകയാണ്, നല്ല അടിസ്ഥാനമിട്ട് പണിയണം. അകത്ത് നല്ല സൗഖ്യം നടക്കണം, ആന്തരികമായിട്ട് വലിയൊരു സൗഖ്യം നടക്കണം. അകത്ത് നമ്മൾ തന്നെ പണിതിരിക്കുന്ന മതിലുകളെല്ലാം ഇടിഞ്ഞു പോകണം, എല്ലാ തൂണുകളും ഇടിഞ്ഞു പോകണം, ആന്തരിക മുറിവുകൾ മുഴുവൻ സൗഖ്യമാകണം. അങ്ങനെ പണിയുകയാണെങ്കിൽ ആ പണി നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല അത് മുഖാന്തരമായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പാസ്റ്റർ സാജൻ ഈശോ അവറുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Thank you, Jesus. Father, I pray that, Lord, you would, Father God, interact with those who are listening to us, who are watching us. Father, I pray that, Lord, you would open their heart. You would open their heart. Father, today I just do again what I did many years ago. Amen. Lord, I hold my heart in my hand and bring it before you. I pray today in Jesus' name that every chain that I have built around my heart would be broken. Every chain will be broken. കർത്താവെ, ഓരോ കെട്ടുകളും കർത്താവെ ഇന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു അത് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഞാൻ കളഞ്ഞ ലോക്കിന്റെ കീ, കർത്താവെ, പല മുറികളുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ ഒക്കെ ചാവി ഞാൻ പൂട്ടിയിട്ട് കളഞ്ഞതാ. കർത്താവെ, ഇന്ന് ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നു. കർത്താവെ, I give you permission. My Father, I give you permission to open those doors and come into those doors and have access into everything. Father, in Jesus' name, I bind every demonic spirit that is influencing us and stopping us from reaching the fullness of everything that you have got for us. Father, I pray that, Lord, we would remove the ceilings that you have around us. Father God, that ceilings that we have built around ourselves, Father God, so that we would be able to flow with your glory, Father. I give you honor, glory and praise in Jesus' name. Amen. Hallelujah. Glory to Jesus. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മറ്റുള്ളവരുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിത് പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.